നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഓണക്കാലത്ത് 2 ഗഡുക്കൾ മുൻപൊക്കെ വിതരണം ചെയ്തിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് അടുത്തൊരു മാസം ലഭിക്കേണ്ട തുക കൂടി അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം. അത് മറ്റൊന്നും മൂലമല്ല, പ്രത്യേകിച്ച് ഓണക്കാലമാണ് കൂടുതൽ നമുക്ക് ചിലവുണ്ടാകുന്ന ഒരു മാസം. അപ്പോൾ അങ്ങനെയുള്ള വിശേഷ സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന്, അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളും സേവനങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് ഒരു വലിയ കൈത്താങ് എന്ന രീതിയിൽ തന്നെയാണ് ഒരു മാസത്തെ തുക മുൻകൂറായിട്ട് കൂടി അനുവദിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഇതേ രീതിയിൽ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത് അപ്രൂവ് ആവുകയാണ് എങ്കിൽ 2 ഗഡുക്കൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് മുൻപൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് 3200 രൂപ വരെയാണ്. അതായത് 1600-ൻ്റെ 2 ഗഡുക്കളൊക്കെയാണ് മുൻ സർക്കാരൊക്കെ വിതരണം ചെയ്തത്. അതിനുശേഷം മുൻ സർക്കാർ തന്നെ തുകയിൽ വർധനവ് ഏർപ്പെടുത്തിയിരുന്നു, 2000 ആക്കിയിരുന്നു. ഇങ്ങനെ ആണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുക 4000 രൂപയായിരിക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവർക്കുമെല്ലാം ഇത്തരത്തിൽ ആനുകൂല്യം ലഭിക്കുന്നതുമായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സർക്കാർ പ്രത്യേകം പരിഗണന നൽകേണ്ട വിഭാഗങ്ങളായിട്ടുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെയുള്ള ക്ഷേമനിധി ബോർഡിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ, വിതരണം ചെയ്യേണ്ട കുടിശ്ശികൾ അത് കൃത്യമായിട്ട് നൽകുന്നതിനും വേണ്ടി സർക്കാർ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് ഓണക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നൽകേണ്ട മറ്റ് സേവനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ സമയത്ത് നൽകേണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ നിവേദനങ്ങളും അഭ്യർത്ഥനകളും എല്ലാം തന്നെ സർക്കാരിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഓണക്കാലത്താണ് നമുക്ക് പുനഃസ്ഥാപിച്ച് ലഭിക്കുകയും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം നടക്കുകയാണ്. എന്നാൽ ഇതുകൂടാതെ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, BPL റേഷൻ കാർഡിന് അർഹതപ്പെട്ടവർക്ക്, അതായത് 70,000-ന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BPL കാർഡ് ലഭിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതുകൂടാതെ തന്നെ 80,000-ന് മുകളിൽ ഗുണഭോക്താക്കളെ കേന്ദ്ര നിർദ്ദേശപ്രകാരം പുറത്താക്കിയതായിട്ടുള്ള പ്രധാന അറിയിപ്പ് വരികയാണ്. അതായത് കൃത്യമായിട്ട് അധിഷ്ഠിത പരിശോധനയിൽ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് BPL റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ഗുണഭോക്താക്കളിൽ പല കുടുംബങ്ങളിൽ നിന്നും ഇൻകം ടാക്സ് അല്ലെങ്കിൽ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ IT റിട്ടേൺ ഫയൽ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് ലഭിച്ചു. അങ്ങനെയുള്ള റേഷൻ കാർഡുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടും ITR ഫയൽ ചെയ്തുകൊണ്ടിരുന്ന ഗുണഭോക്താക്കളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ഗുണഭോക്താക്കളിൽ നിന്ന് കൃത്യമായിട്ട് പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ അവരുടെ കൈവശം BPL കാർഡായിരിക്കും. വളരെ വൈകാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള അന്വേഷണമോ അല്ലെങ്കിൽ പ്രത്യേക നോട്ടീസുകളോ ലഭിക്കുന്നതായിരിക്കും. മറുപടി തൃപ്തികരമല്ല എങ്കിൽ കൃത്യമായിട്ട് പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ വലിയൊരു അന്വേഷണത്തിനാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് കൈമാറിയതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ഓണക്കാലത്തെ സ്പെഷ്യൽ കിറ്റുകൾ, AV കാർഡുകൾക്ക് സൗജന്യ കിറ്റാണ് ലഭിക്കുക. അത് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയോടെയൊക്കെ വിതരണം ആരംഭിക്കും. ഉത്രാടത്തിന് മുൻപ് വരെ ഇത്തരത്തിൽ സൗജന്യ കിറ്റ്, AV റേഷൻ കാർഡുകൾക്കുള്ള കിറ്റ് 850 രൂപ വരെയൊക്കെ വിലയുള്ള കിറ്റാണ് നമുക്ക് ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ മറ്റ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കെല്ലാം തന്നെ സപ്ലൈകോ വഴി പ്രത്യേക കിറ്റുകൾ ലഭിക്കുന്നുണ്ട്. അത് തുക നൽകി നമ്മൾ വാങ്ങേണ്ട കിറ്റാണ്. പക്ഷേ അതിൽ 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള അധിക ഉൽപ്പന്നങ്ങൾ കിറ്റിൽ ചേർത്തിട്ടുണ്ടാകും. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ്, അതായത് 1000, 1500, 2000 തുടങ്ങിയ വിലയുള്ള കിറ്റുകളാണ് ലഭിക്കുക. എന്നാൽ ഇവയിലെല്ലാം തന്നെ അധിക വിലയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കുന്നതുമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആശാ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.